ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ 6th ആൻഡ് 7th ഐഡന്റിറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഐഡന്റിറ്റി 6 എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ എത്ര ടേം ഉണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട്? 2 ടേം ആണുള്ളത്. പിന്നെ അവരുടെ പവർ നോക്കുക, ക്യൂബാണ് വരുന്നത്. ഇനി ഇടയിലുള്ള സൈൻ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ 2 ടേം ഉണ്ട്, ഇടയിലുള്ള സൈൻ പോസിറ്റീവാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ടേം പോസിറ്റീവാണെന്ന് പറയാം. പിന്നെ പവർ 3 ആണ്. ഇനി അവരുടെ എക്സ്പാൻഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ ക്യൂബ് വൈ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഇനി ഈ 2 ടേമിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എക്സ് വൈ, പിന്നെ അതിന് എന്താണ് ഇൻറ്റു അവരുടെ സമ്മ് എക്സ് പ്ലസ് വൈ. ഇനി നമുക്കിതിനെ വേറൊരു ഫോമിൽ കൂടെ എഴുതാം. അതാണ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. അത് അതുപോലെ തന്നെ എഴുതി. ഇനി 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ ഉണ്ടല്ലോ, അതിനെ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 3x² പ്ലസ് 3xy² എന്നും കൂടെ എഴുതാം. ഈ 2 ഫോമും പഠിച്ചു വയ്ക്കണം. കാരണം നമുക്ക് പ്രോബ്ലം വരുന്നത് ചിലപ്പോൾ ഏത് ഫോമിൽ വേണമെങ്കിലും വരാം. അപ്പോൾ അത് നമ്മൾ ആ 2 ഫോമും പഠിച്ചു വയ്ക്കുക. അടുത്തത് ഐഡന്റിറ്റി 7 എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെയും സെയിം ആണ്. ഐഡന്റിറ്റി 6ഉം ഐഡന്റിറ്റി 7ഉം സെയിം ആണ്. ഡിഫറൻസ് വരുന്ന ആ കൂടി ഈ നെഗറ്റീവ് സൈൻ മാത്രമാണ്. അപ്പോൾ ഇവിടെയും എക്സ് ക്യൂബ് ഫസ്റ്റ് ടൈമിൻ്റെ ക്യൂബ് മൈനസ് വൈ ക്യൂബ്. കണ്ടു, ഇവിടെ ഇടയിലുള്ള സൈൻ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ടൈം നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് വൈ ക്യൂബ് മൈനസ് 3xy ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇനി ഇവിടെ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് അതുപോലെ തന്നെ എഴുതി. അടുത്തത് നമ്മൾ ഈ 3xy ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ളതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ടേംസുകൾ കിട്ടും. അപ്പോൾ ഇതും ഇവിടെയും 2 ഫോമും പഠിച്ചു വയ്ക്കാം. അടുത്തൊരു പ്രോബ്ലമാണ് എക്സ്പാൻഡ് 2x പ്ലസ് 1 ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ നോക്കുക, നമ്മുടെ പ്രോബ്ലത്തിൽ എത്ര ടേം ഉണ്ട്? ഇവിടെ 2 ടേം ആണുള്ളത്. ഇവിടെയുള്ള സൈൻ പോസിറ്റീവാണ്, അല്ലെങ്കിൽ 2 ടേമും പോസിറ്റീവാണ്. പിന്നെ പവർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്കിവിടെ ഏത് ഐഡന്റിറ്റി ആയിരിക്കും യൂസ് ചെയ്യാം? എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ്. അപ്പോൾ ആദ്യം തന്നെ എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് ഐഡന്റിറ്റി എഴുതി വയ്ക്കാം. നമ്മുടെ പ്രോബ്ലം എഴുതാം. 2x പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇനി ഫസ്റ്റ് ടേമിൻ്റെ ക്യൂബ്, അതായത് ഫസ്റ്റ് ടേം എന്താ? 2x ഹോൾ ക്യൂബ് പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ ക്യൂബ് 1 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു x²y, അതായത് ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 2x ഹോൾ സ്ക്വയർ ഇൻറ്റു വൈയുടെ 1. ഇനി 3xy² എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 2x, y² എന്ന് പറയുമ്പോൾ എന്താ? 1². ഇനി 2x ഹോൾ ക്യൂബ് എന്തായിരിക്കും? 8x³ പ്ലസ് 1 ക്യൂബ് എന്ന് വെച്ചാൽ 1 തന്നെ, പ്ലസ് 3 ഇൻറ്റു 2x ഹോൾ സ്ക്വയർ എന്ത് വരും? 4x² ഇൻറ്റു 1, അത് 1 തന്നെ, പ്ലസ് 3 ഇൻറ്റു 2x ഇൻറ്റു 1². അപ്പോൾ 3 ഇൻറ്റു 2x 6x, 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ, അപ്പം 6x ഈക്വൽ ടു 8x³ പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു 4x² എന്താ വരിക? 12x² പ്ലസ് 6x. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 8x³ പ്ലസ് 12x² പ്ലസ് 6x പ്ലസ് 1. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. അടുത്ത പ്രോബ്ലം ഇവാലുവേറ്റ് ദ ഫോളോയിങ് യൂസിങ് സ്യൂട്ടബിൾ ഐഡന്റിറ്റീസ് 99 ഹോൾ ക്യൂബ്. അപ്പോൾ 99 ഹോൾ ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 99 ഹോൾ ക്യൂബ്. അപ്പോൾ 99 ഇൻറ്റു 99 ഇൻറ്റു 99 ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ ഐഡന്റിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഐഡന്റിറ്റി വെച്ച് അത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ 99 ഹോൾ ക്യൂബിനെ ഈ 99നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് 1 എഴുതിക്കൂടെ? ഇനി 99 ഹോൾ ക്യൂബ് പറയുമ്പോൾ 100 മൈനസ് 1 ഹോൾ ക്യൂബ്. ഇനി നമ്മുടെ ഏതെങ്കിലും ഐഡന്റിറ്റി ആയിട്ട് ഇത് സിമിലർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, 100 മൈനസ് 1 അവിടെ 2 ടേം വരുന്നുണ്ട്, ഇടയിലുള്ള സൈൻ നെഗറ്റീവ് ആണ്, പവർ 3 ആണ്. അപ്പോൾ ഇത് ഏത് ഐഡന്റിറ്റി ആയിരിക്കും? എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ്. അപ്പം ഐഡന്റിറ്റി എഴുതാം. x³ മൈനസ് വൈ ക്യൂബ് മൈനസ് 3xy ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇനി നമ്മുടെ പ്രോബ്ലം എഴുതാം. 99 ഹോൾ ക്യൂബ് ഈക്വൽ ടു 100 മൈനസ് 1 ഹോൾ ക്യൂബ് ഈക്വൽ ടു, ഇനി നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ടേമിൻ്റെ ക്യൂബ് 100ൻ്റെ ക്യൂബ്
മൈനസ് സെക്കൻഡ് ടേമിൻ്റെ ക്യൂബ് മൈനസ് 3 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം അല്ലേ, എക്സ് വൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. അപ്പോൾ 3 ഇൻറ്റു 100 ഇൻറ്റു സെക്കൻഡ് ടേം എന്താണ് 1. ഇനി ബ്രാക്കറ്റിൽ എന്ത് വരും, ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഇനി 100ൻ്റെ ക്യൂബ്, അപ്പോൾ അത് തന്നെ 1 എഴുതാം. ഇനി ഇവിടെ എത്ര സീറോ ഉണ്ടെന്ന് നോക്കാം, ഇവിടെ 2 സീറോ ഉണ്ട്. അപ്പോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 6 സീറോ വരും. 1 2 3 4 5 6 6 സീറോ വരും. മൈനസ് 1 ക്യൂബ് 1 മൈനസ് 3 ഇൻറ്റു 100 ഇൻറ്റു 1. അപ്പോൾ 3 ഇൻറ്റു 100 ഇൻറ്റു 1 എന്ത് വരും, 300 ഇൻറ്റു 100 മൈനസ് 1 അതേപോലെ തന്നെ എഴുതാം, മൈനസ് 1. ഇനി 1 6 മൈനസ് 1 മൈനസ്, ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് 300 ഇൻറ്റു 100. അപ്പോൾ എന്താ വരിക, 30,000 4 സീറോ. ഓക്കെ. ഇനി മൈനസ് 300 ഇൻറ്റു മൈനസ് 1. അപ്പോൾ എന്ത് വരും, പ്ലസ് 300. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. ഇനി നമുക്ക് ഈ ഇതും പോസിറ്റീവ് ടേംസിനെ ആഡ് ചെയ്യാം. അപ്പോൾ 1 0 0 0 3 0 0 പിന്നെ മൈനസ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 3 0 0 0 1. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക്, ഇത് നോർമൽ സബ്ട്രാക്ഷൻ ആണല്ലോ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 970,299. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ചെയ്യാം. അടുത്ത പ്രോബ്ലം, ഫാക്ടറൈസ് 8a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 12a സ്ക്വയർ ബി പ്ലസ് 6ab സ്ക്വയർ. അപ്പോൾ ഇവിടെ ഫാക്ടറൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് വരേണ്ടത്. ഫാക്ടേഴ്സ് ആക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇപ്പോൾ എക്സ്പാൻഡഡ് ഫോമാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ എക്സ്പാൻഡഡ് ഫോമിൽ എത്ര ടേം ഉണ്ടെന്ന് നോക്കുക, സൈൻസ് നോക്കുക. ഇപ്പോൾ എക്സ്പാൻഡഡ് ഫോമിൽ ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമുക്ക് 4 ടേം ഉണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ ക്യൂബാണ് വരുന്നത്. പിന്നെ സൈൻ നെഗറ്റീവ് സൈനും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും, എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ്. അപ്പോൾ ആദ്യം തന്നെ ഐഡൻറ്റിറ്റി എഴുതാം. ഇനി നമ്മുടെ പ്രോബ്ലം എഴുതാം. 8a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 12a സ്ക്വയർ ബി പ്ലസ് 6ab സ്ക്വയർ ഈക്വൽ ടു. ഇനി ഈ 8a ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2a ദി ഹോൾ ക്യൂബിന് എഴുതാം. അതേപോലെ ബി ക്യൂബിനെ ബി ക്യൂബിന് തന്നെ എഴുതിയാൽ മതി. മൈനസ് 12a സ്ക്വയർ ബിനെ നമുക്ക് 3 ഇൻറ്റു 2a ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ബി പ്ലസ് 3 ഇൻറ്റു ഈ എക്സ് വൈ സ്ക്വയർ ആ ഫോമിലേക്ക് എഴുതാണ്. 3 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ വരുന്നത് 2a ഇൻറ്റു വൈയുടെ അവിടെ ബി സ്ക്വയർ. അപ്പോൾ വൈ സ്ക്വയറിന് പകരം ബി സ്ക്വയർ. ഇനി നമുക്ക് അപ്പോൾ ഇത് എന്തിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും, 2a മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ അല്ലേ ഈ ഫോം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2a മൈനസ് ബി ഹോൾ ക്യൂബിന് എഴുതി. ഇനി നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതണം. അപ്പോൾ 2a മൈനസ് ബി ഇൻറ്റു 2a മൈനസ് ബി ഇൻറ്റു 2a മൈനസ് ബി. ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്.